Hi friends, welcome back. ഒരിക്കൽ ജ്യോതിശാസ്ത്രത്തെക്കുറിച്ച് ഒരു പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഒരു പ്രഭാഷണം നടത്തി. ഈ പ്രഭാഷണത്തിൽ അദ്ദേഹം ഭൂമി എങ്ങനെ സൂര്യന് ചുറ്റും കറങ്ങുന്നുവെന്നും തിരിച്ച് സൂര്യൻ ഗാലക്സി എന്ന് വിളിക്കുന്ന അതിബൃഹത്തായ നക്ഷത്ര സമൂഹങ്ങളുടെ കേന്ദ്രത്തിന് ചുറ്റും എങ്ങനെ കറങ്ങുന്നു എന്നും വിശദീകരിക്കുകയുണ്ടായി. പ്രഭാഷണത്തെ അവസാനത്തിൻ്റെ ഹാളിൻ്റെ പിറകുവശത്തിൽ നിന്നും വയസ്സായ ഒരു സ്ത്രീ എഴുന്നേറ്റു നിന്നു. "നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞത് മുഴുവൻ ശുദ്ധ വിഡ്ഢിത്തമാണ്. യഥാർത്ഥത്തിൽ രാക്ഷസകരമായുള്ള ഒരു ആമ തൻ്റെ പുറത്ത് താങ്ങി നിൽക്കുന്ന ഒരു പരന്ന പലകയാണ് ഈ ഭൂമി." ഇത് കേട്ട് ശാസ്ത്രജ്ഞൻ ഒരു ശ്രേഷ്ഠമായ ഒരു പുഞ്ചിരിയോടെ ഇങ്ങനെ ചോദിച്ചു, "ആമ നിൽക്കുന്നതോ?" "നിങ്ങൾ വളരെ ബുദ്ധിമാനാണ് ചെറുപ്പക്കാരാ, വളരെ ബുദ്ധിമാൻ," സ്ത്രീ പറഞ്ഞു. "പക്ഷേ അങ്ങ് താഴെ വരെ ആമകളുടെ ഒരു ഗോപുരം തന്നെയാണ്." ഇത് കേൾക്കുമ്പോൾ നമ്മൾക്ക് ചിരി വരാം. പക്ഷേ എന്താണ് നമ്മുടെ പ്രപഞ്ച ചിത്രം? പ്രപഞ്ചം എവിടെ നിന്ന് വന്നു, എവിടേക്ക് പോകുന്നു? ഈ പ്രപഞ്ചത്തിനൊരു തുടക്കമായി ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അതിനു മുമ്പ് എന്തായിരുന്നു അവസ്ഥ? കാലത്തിൻ്റെ പ്രകൃതം എന്ത്? അതിൻ്റെ എപ്പോഴെങ്കിലും അവസാനിക്കുമോ? കാലാകാലങ്ങളിൽ നിന്ന ഇത്തരം ചോദ്യങ്ങൾ ചിലത് ഭൗതികശാസ്ത്രത്തിൻ്റെ അടുത്തകാലത്തുണ്ടായ വിചിത്രമായ ചില സാങ്കേതിക കണ്ടെത്തലുകൾ ഭൗതികമായി ഉത്തരം നൽകുവാൻ പര്യാപ്തമായി. ഒരു ദിവസം ഈ ഉത്തരങ്ങൾ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നത് പോലെ സ്പഷ്ടമായേക്കാം. അല്ലെങ്കിൽ ഒരുപക്ഷേ ആമകളുടെ ഗോപുരം എന്ന പോലെ വിഡ്ഢിത്തമായേക്കാം. അതെന്തായാലും കാലം തെളിയിക്കട്ടെ. ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരം എൻ്റെ കയ്യിലുള്ള ഉത്തരം നൽകാനാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത്.